ഇതൊരു നീണ്ട കമ്പിയായിരുന്നു. അതിനെ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുത്തത്. ഇനി കുറച്ച് പഴയ വെട്ട് കഷ്ണങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് 4 കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ റെഡ്, വൈറ്റ്, ഗ്രീൻ പിന്നെ പീച്ച് കളർ ഇത് 4ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ക്രിസ്മസ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഈ ഒരു രീതിയിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു പീസുകൾ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ എടുത്ത 4 കഷ്ണങ്ങളും ഞാൻ ഇതുപോലെ ഒന്ന് പീസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആദ്യം എടുത്ത ആ ഒരു കമ്പിയിലേക്കായിട്ട് ഇതൊക്കെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ചിലവില്ലാത്ത ഒരു ക്രിസ്മസ് ഡെക്കോറാണ്. ഒരു ക്രിസ്മസ് റീത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഓരോ പീസ് എന്താ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ടൈ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. അങ്ങനെ ഓരോ കളേഴ്സ് ഇങ്ങനെ മാറി മാറി വരുന്ന രീതിയിൽ ഞാനൊന്ന് ടൈ ചെയ്തെടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് അങ്ങനെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. കയ്യിൽ കുഞ്ഞു ബോൾസോ അല്ലെങ്കിൽ ബെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഒട്ടിച്ച് കൊടുത്താൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ടുള്ളൊരു ക്രിസ്മസ് റീത്ത് കിട്ടും. ഞാനിപ്പോൾ ഒത്തിരി അലങ്കാര പണികളിലേക്കൊന്നും കടന്നിട്ടില്ല. ഇതുപോലെ നമ്മുടെ തുണിക്കഷ്ണങ്ങളൊക്കെ ഒന്ന് ടൈ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സംഭവം മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ബ്രോഡ്വേയിൽ പോയപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളതായിരുന്നു. അത് നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഡെക്കോൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.